ദോ, ആൾദോ, ഈവൻ ദോ, ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്. നമ്മുടെ മലയാളത്തിൽ എന്നിട്ടും എന്നിരുന്നാലും എന്നതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ആണ് ഇത്. ഈ വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ ബട്ട്, യെറ്റ്, സ്റ്റില്ല്, ഈവൻ ഇഫ് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. അതെന്താണെന്ന് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിവിടെ ഒരു സെൻറ്റൻസ് കണ്ടോ, ഹീ ഈസ് വെരി ഓൾഡ് യെറ്റ് ഹി വർക്ക്സ് ഹാർഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റൻസ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, ദോയും ആൾദോ ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതാൻ പോവാണ്. അപ്പോൾ ദോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ അവിടെ യെറ്റും ബട്ടൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊക്കെ ഏകദേശം സെയിം ആയിട്ടുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ എങ്ങനെ ചെയ്യാം, ദോ ഹീ ഈസ് വെരി ഓൾഡ് ഹി വർക്ക്സ് ഹാർഡ്. ആൾദോ വെച്ച് നമ്മൾ എങ്ങനെ എഴുതും, ആൾദോ ഹീ ഈസ് വെരി ഓൾഡ് ഹി വർക്ക്സ് ഹാർഡ്. ഇനി ഈവൻ ദോ വെച്ച് എഴുതുമ്പോൾ ഈവൻ ദോ ഹീ ഈസ് വെരി ഓൾഡ് ഹീ വർക്ക്സ് ഹാർഡ്. അപ്പോൾ ഈ നമ്മൾ സെൻറ്റൻസ് എഴുതിയത് കണ്ടോ, അതായത് അയാൾ ഓൾഡ് ആയിട്ടും എന്നിട്ടും എന്താണ് അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ 3 വെച്ച് എഴുതിയതാണ്. ഇനി ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും വെച്ച് എഴുതുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്. അതെന്താ നമുക്ക് നോക്കാം. ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നൗൺ എഴുതും. നൗണിന് ശേഷം സെക്കൻഡ് സെൻറ്റൻസ്. അതായത് ഇപ്പോൾ ഹീ ഈസ് വെരി ഓൾഡ് യെറ്റ് ഹി വർക്ക്സ് ഹാർഡ് ആണ് നമ്മുടെ സെൻറ്റൻസ്. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് വെച്ചിട്ട് എങ്ങനെ എഴുതും, ഇൻസ്പൈറ്റ് ഓഫ് നമ്മൾ ആദ്യം എഴുതുന്നു, പിന്നെ നമ്മൾ എന്ത് എഴുതുന്നു, അവിടുത്തെ നൗൺ എഴുതുന്നു. അപ്പോൾ ഇവിടുത്തെ നൗൺ ഏതാണ്, ഓൾഡ് ഏജ് ആണ്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഓൾഡ് ഏജ് ഹി വർക്ക്സ് ഹാർഡ്. ഇനി ഡെസ്പൈറ്റ് വെച്ചിട്ടോ, ഡെസ്പൈറ്റ് ഹിസ് ഓൾഡ് ഏജ് ഹി വർക്ക്സ് ഹാർഡ്.